മുഖ്യമന്ത്രി പിണറായി വിജയന് വിമർശനവുമായി എഐവൈഎഫ് പാർട്ടി പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലുമുണ്ടായ ഏകാധിപത്യ നീക്കങ്ങൾ ജനങ്ങളിൽ ഇടത് വിരുദ്ധ വികാരം വളർത്തിയെന്നാണ് റിപ്പോർട്ട്. എഐവൈഎഫ് സംസ്ഥാന ശില്പശാലയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിമർശനം. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, വിവരങ്ങൾ. രതീഷ്, കുമളിയിൽ നടക്കുന്ന എഐവൈഎഫിൻ്റെ സംസ്ഥാന ശില്പശാലയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുള്ളത്. അവരുടെ ശില്പശാലയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. നവകേരള സദസ്സിന് ഇടതുപക്ഷ സ്വഭാവം ഉണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രിക്ക് ഏകാധിപത്യ സ്വഭാവമുണ്ടായി, പോലീസ് സേനയും പാർട്ടി പ്രവർത്തകരെയും ഗൺമാനെയും ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച ശേഷം അതിന് രക്ഷാപ്രവർത്തനം എന്ന ഓമനപ്പേരിട്ട് വിളിച്ചത് തിരിച്ചടിയായി എന്ന തരത്തിലുള്ള വിമർശനമൊക്കെയാണ് മുഖ്യമന്ത്രിക്കെതിരെ എഐവൈഎഫ് ഉന്നയിച്ചിരിക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമാക്കിയെന്നും പരാമർശമുണ്ട്. KSRTC ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും തുടർച്ചയായി മുടങ്ങിയതും SC/ST വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാൻറ്റും അവരുടെ ആനുകൂല്യങ്ങളും ഒക്കെ മുടങ്ങിയതും ഇടതുപക്ഷ സ്വഭാവമുള്ളവരിൽ പോലും ഇടത് വിരുദ്ധ സ്വഭാവം ഉണ്ടാക്കിയ തരത്തിലുള്ള വിമർശനമാണ് എഐവൈഎഫ് ഉന്നയിച്ചിരിക്കുന്നത്. CPIയുടെ യുവജന സംഘടന തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിൻ്റെ നടപടിക്കെതിരെയും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വളരെ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, CPMൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ പലയിടത്തും മുഖ്യമന്ത്രിക്കെതിരെയും വിവിധ വകുപ്പ് മന്ത്രിമാർക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതോടൊപ്പം CPIയിലും വ്യാപകമായി അത് ഉയർന്നിരുന്നു. ഇപ്പോൾ ഇത് എഐവൈഎഫിലും രൂക്ഷമായ വിമർശനമാണ് മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും, പ്രധാനമായും മുഖ്യമന്ത്രി തന്നെയാണ് ഉന്നമിച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്നിരിക്കുന്നത്. രതീഷ്, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.